പിന്നെ 1 മിനിറ്റ് കൊണ്ട് 3 മാർക്കായിട്ട് എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. നോക്കിക്കോ, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് കണ്ടെത്തുക അല്ലെ. സോ നോക്കിക്കേ, ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. 1s2, 2s2, 2p6, 3s2, 3p4 ആണ്. ഇനി ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ കെയർ ചെയ്ത് ഏത് സബ്ഷനിലാണോ അതാണ് ബ്ലോക്ക്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ലാസ്റ്റ് ഇലക്ട്രോൺ കെയർ ചെയ്ത് പി സബ്ഷനിലാണ്. സോ ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി ഗ്രൂപ്പ് കണ്ടെത്താം മക്കളെ. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ 2 ഇക്വേഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ അവസാനത്തെ പി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടുക. ഇവിടെ നോക്കിക്കേ, അവസാനത്തെ പി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത്? 4 ഇലക്ട്രോൺ അല്ലെ. അപ്പൊ ഗ്രൂപ്പ് കണ്ടെത്താൻ അതിനോട് 12 കൂട്ടുക 16 എന്ന് കിട്ടും. ഇനി ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 10 കൂട്ടുക. ഔട്ടർ മോസ്റ്റിലെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടുക. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലാണ്. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ടോട്ടൽ എസിൽ 2 ഉണ്ട്, പിയിൽ 4 ഉണ്ട് അല്ലെ. ടോട്ടൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അതിനോട് 10 കൂട്ടുക 16 എന്ന് കിട്ടും. ഇതിൽ ഏത് മെത്തേഡ് ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം, രണ്ടും കറക്റ്റ് ആണ്. ഇനി പീരീഡ് എങ്ങനെ കണ്ടെത്താം? എത്ര ഷെല്ല് ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലെ. ഹയസ്റ്റ് ഷെൽ നമ്പർ, ഉയർന്ന ഷെൽ നമ്പർ ആണ്. സോ 1, 2, 3 ഷെല്ലാണ്. അപ്പോൾ പീരീഡ് 3 സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മക്കളെ, ഞാൻ നിങ്ങളെ SAPA D എല്ലാവരുടെയും ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് കണ്ടെത്താൻ പഠിപ്പിച്ചിട്ടുണ്ട്. സെറ്റ്.